ലൈഫ് മിഷൻ പദ്ധതിയിൽ 360 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചതോടെ വീട് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 12,000 ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ പണം വന്നു. സംസ്ഥാനത്ത് 1 ലക്ഷം വീടുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. രാജ്കുമാറുണ്ട് കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. കീർത്തി, വെരി ഗുഡ് മോർണിംഗ്. രാജ്കുമാർ, ജനങ്ങളേറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പദ്ധതിയാണ് തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതി. നിരവധി വീടുകളിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിരവധി വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് സർക്കാർ. എന്തായാലും അവരുടെ ജനങ്ങളുടെ വിശ്വാസമൊന്നും തന്നെ സർക്കാർ തകർക്കുന്നില്ല, ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതല്ലേ ഇപ്പോൾ ഈ പണം അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ 28-ാം തീയതി മുതലാണ് 360 കോടി, അതായത് 220 കോടി സംസ്ഥാന ബജറ്റിൽ മാറ്റിവെച്ചിരുന്ന തുക, അതിനൊപ്പം തന്നെ 140 കോടി വായ്പ ഇനത്തിലും, അങ്ങനെ 360 കോടി രൂപയാണ് ഇപ്പോൾ കീർത്തി സൂചിപ്പിച്ചതുപോലെ 12,000 ഗുണഭോക്താക്കളിലേക്ക് സംസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. 1 ലക്ഷം വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോഴാണ് ഇതിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതനുസരിച്ച് വീടില്ലാത്തവർക്ക് മുഴുവനും വീട് വെച്ച് നൽകും, ഭൂമി ഇല്ലാത്തവർ, ഭൂരഹിതരായ ആരും ഉണ്ടാകില്ല, എല്ലാം നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ തുടർന്ന് 5,02,000 വീടുകൾ ആദ്യത്തെ കണക്കെടുപ്പിൽ ഇത്രയും പേർക്ക് ഭവനങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തുകയും അതിൽ 5,02,000-ഓളം വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അതിൽ 4 ലക്ഷം വീടുകൾ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ 1,02,000 വീടുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. അതിൽ 12,000 ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ 40,000 രൂപ വീതം. അതിൽ പല തുകയുണ്ട്, 1 ലക്ഷം മുതൽ അങ്ങനെ പല തുകകളായി. ഇപ്പം ഞാനീ നിൽക്കുന്നത് കൊല്ലം തീരദേശ മേഖലയിലാണ്, വാടി ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല, അവർ മാത്രമേ ഉള്ളൂ. അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് 40,000 രൂപ വീതം ലഭിച്ചത്. ഇതിപ്പോൾ എൻ്റെ പിന്നിലുള്ള ഈ 2 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അതിൽ ഒരു വീടാണ് ഇപ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടത്തിലുമാണ്. 40,000 രൂപ കഴിഞ്ഞ ദിവസം ഇവർ അക്കൗണ്ടുകളിലേക്ക് വന്നു. ഇനി അതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, നിലവിൽ സംസ്ഥാനത്ത് 12 ഭവന സമുച്ചയങ്ങൾ അത് കൈമാറിക്കഴിഞ്ഞു. വീടില്ലാത്തവർക്ക്, ഭൂരഹിതരായവർക്ക്, വസ്തുവില്ലാത്തവർക്ക് സമുച്ചയങ്ങളിലുള്ള ഫ്ലാറ്റുകൾ നൽകി. 22 ഫ്ലാറ്റുകൾ, അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത്. അത് പൂർണ്ണമായും ലൈഫ് മിഷൻ പദ്ധതിയിൽ. അതേസമയം 12 ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചത് പാർട്ട്ണർഷിപ്പ് ഇതിലുണ്ടായിരുന്നു. ലൈഫ് മിഷനും തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു, അത് സ്പോൺസർഷിപ്പ് വഴിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുരോഗമിക്കുന്ന 22 ഭവന സമുച്ചയങ്ങൾ, ഏതാണ്ട് ആയിരക്കണക്കിന് വരുന്ന ആ ഫ്ലാറ്റുകൾ, അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അത് പൂർണ്ണമായും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അതിന് നിർമ്മാണം പുരോഗമിക്കുന്നത്. കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഉൾപ്പെടുന്നയുള്ള സ്ഥലങ്ങളിലും അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ്. അതുമാത്രമല്ല, ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1000 പേർക്ക് ഭൂമി ദാനം നൽകിയിരുന്നു. 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 1000 പേർക്ക് ഭൂമി നൽകിയത്. ഇനി ഒരു 1000 പേർക്ക് കൂടി നൽകുമെന്ന് അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ വീടില്ലാത്തവരുടെ, പാവപ്പെട്ട മനുഷ്യർ, ഒരു ആശ്രയം ഇല്ലാത്തവർ, അവരെ സംബന്ധിച്ച് സ്വന്തമായി അടച്ചുറപ്പുള്ളൊരു ഭൂമി പോലും ഇല്ലാത്തവർക്ക് ഒരു വീട് കിട്ടുന്നു. വലിയൊരു ഹാപ്പിനെസ് തന്നെ എവിടെയുണ്ട്. ഇതിപ്പോൾ ഇവർ നിങ്ങളുടെ അവസ്ഥ നേരത്തെ എന്തായിരുന്നു? ഞങ്ങളെ വീടെല്ലാം നേരത്തെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. മഴ വരുമ്പോൾ കിടക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ മഴ വരുമ്പോൾ പാത്രങ്ങളൊക്കെ വെച്ച് വെള്ളം പിടിച്ചാൽ പുറത്തൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നത്. 10-12 വർഷമായി അങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് വീടിൻ്റെ ലൈഫ് ഇതിൽ കൂടെ ഒരു വീട് കിട്ടി. ഞങ്ങൾക്ക് 40,000 രൂപ ഇപ്പം 1-ാം തീയതി വീണതേ ഉള്ളൂ ഞങ്ങൾ അക്കൗണ്ടിലോട്ട്. പിന്നെ ഞങ്ങളെടുത്ത് ഞങ്ങളെ വീട് ഇപ്പം അതാ ഇത്രയും ഗതിയായ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും, എൻ്റെ 2 മക്കൾക്ക് 2 പെൺമക്കളാണ് എനിക്ക്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീടൊന്ന് റെഡിയാക്കി ഞങ്ങൾക്ക് ഇതിൽ കയറി കിടക്കണം. ഞങ്ങൾക്ക് അതേ ഒരുള്ള സന്തോഷം. ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ വാടക കൊടുക്കാനില്ല. ഞങ്ങൾക്ക് ആ വാടക കൊടുക്കുന്നതിന് മുമ്പ് 4-5 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ വീട് പൂർത്തിയാക്കി സന്തോഷത്തോടെ എൻ്റെ മക്കൾക്ക് കയറി ആ വീട്ടിലോട്ട് കിടക്കണം. അതേ ഉള്ള ഒരു സമാധാനം ഞങ്ങൾക്ക്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു വീട് തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് 40,000 രൂപ ഞങ്ങൾ അക്കൗണ്ടിലോട്ട് വന്നത്. അതുപോലെ ഞങ്ങൾക്ക് അടുത്ത പൈസയും ഞങ്ങൾ അക്കൗണ്ടിലോട്ട് വന്ന് ഞങ്ങൾക്ക് ഈ വീടൊന്ന് പൂർത്തിയാക്കാനുള്ള ഇതൊന്ന് റെഡിയാക്കി തരണമെന്ന് ഞങ്ങൾക്ക്. ഷൈനി ജസ്റ്റിൻ, ഇത് അടുത്ത ഗുണഭോക്താവാണ്.
എന്താ ചേച്ചിക്ക് പറയാം? എൻ്റെ പേര് ഫിലോമിന ബെനാൻസ്. എൻ്റെ വീട് ആകപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒരു 60 വർഷത്തോളമായി ആ ഭവനം നിന്നിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലായിടവും വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും എൻ്റെ ഭർത്താവുമാണ് വീട്ടിൽ ഉള്ളത്. ഭർത്താവ് 8 വർഷം കൊണ്ട് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. പിന്നെ ഇങ്ങനൊരു പദ്ധതി വന്നതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു ഭവനം വെക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. നമ്മുടെ ആരുടെയും കയ്യിൽ സ്വന്തമായിട്ട് പൈസ വെച്ചിട്ടൊന്നും അല്ല ആരും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഗവൺമെൻറ് 4 ലക്ഷം രൂപ തന്നാലും അതിൻ്റെ ബാക്കി നമ്മൾ കടമെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പിന്നെയും ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് തന്നെ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു, ഗവൺമെൻറ്റിനോടും നന്ദി പറയുന്നു. പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കി തുകകളെല്ലാം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീണ് ആ ഒരു ഭവനം ഞങ്ങൾക്ക് കെട്ടി പൂർത്തിയാക്കാനും ആ ഭവനത്തിൽ കിടന്ന് ഞങ്ങൾക്ക് ഉറങ്ങാനും സന്തോഷത്തോടെ ഉറങ്ങാനും കഴിയണം. ഇതാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. കീർത്തി, അവരുടെ മനസ്സിലുള്ള വലിയ അത് അണപൊട്ടി ഒഴുകുന്നതാണ്. അതായത് അവർക്ക് പൂർണ്ണമായും മനസ്സിലുള്ള ഹാപ്പിനെസ് അവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. വാക്കുകൾ കിട്ടാത്ത തരത്തിലാണ്. അവർ തന്നെ അമ്പരന്ന് പോയി. അവർ കിട്ടത്തില്ല എന്ന പലതരത്തിൽ പ്രതിപക്ഷം തന്നെ ഇങ്ങനെ ഒരു ലൈഫ് മിഷൻ പദ്ധതി പൊളിഞ്ഞു, അതൊന്നും ചെയ്യുന്നില്ല, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, പാവങ്ങളെ കൈവിട്ടു എന്നൊക്കെയായിരുന്നു പ്രചരണം. ആ പ്രചരണങ്ങൾ മുഴുവനും മുനയൊടിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ പോരാട്ടം. അത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള ഫണ്ട് അത് നൽകാതെ കേന്ദ്ര ഗവൺമെൻറ് കബളിപ്പിച്ചതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ പോയതും അങ്ങനെയാണ് 13,000 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് എത്തിയത്. അതൊരു പോരാട്ടമായിരുന്നു. പ്ലസ് ഗവൺമെൻറ് പ്ലാൻ ബി ആയിരുന്നു കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതാത് ഒരു ഫെഡറലിസത്തിൻ്റെ ഭാഗമായി ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ, അവരുടെ അധികാരങ്ങൾ അത് മുഴുവനും കവർന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫ്യൂഡലിസ്റ്റായി മാറുന്നതിൻ്റെ ഒരു ഫ്യൂഡലിസ്റ്റ് മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് അതിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തിയത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അത് പല യോഗങ്ങളിലും വാർത്താസമ്മേളനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന നിലയായിരുന്നു. ഇപ്പോൾ പെൻഷൻ തന്നെ 3 ഗഡുക്കളാണ് ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് തന്നെ എത്തിച്ചേരുന്നത്. ഇതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമല്ല, ഇലക്ഷൻ സ്റ്റണ്ട് എന്നായിരുന്നു പ്രതിപക്ഷം ഇതെല്ലാം അപ്പോൾ പോലും ആരോപിച്ചത്. പെൻഷൻ നൽകിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും പെൻഷൻ നൽകാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമായി ഗവൺമെൻറ് കാണുന്നു. ബാക്കി ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള വിഹിതം അതുകൂടി കിട്ടിയാൽ ഇനി അതായത് ഭൂരഹിതരില്ലാത്ത 22 ഭവന സമുച്ചയങ്ങൾ മാത്രമല്ല, ഇനിയും ഏറെ ആളുകൾ അതിൽ തന്നെ പരിഗണനാ ലിസ്റ്റിൽപ്പെട്ട അതിദരിദ്രരായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്കുള്ള വീടുകളുടെ നിർമ്മാണവും ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കീർത്തി.